നിന്നെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ ഒരുമാതിരി കുണിങ്ങി വന്ന് ഇങ്ങനെ തുറക്കണം. ഇവിടെ സ്മാർട്ടായിട്ട് വന്ന് ബ്ലാക്ക് ആയിട്ട് വന്ന് ഇങ്ങനെ തുറക്കണം. അതിനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? എന്റെ പോത്തിറച്ചി അടിച്ച് തടി അങ്ങോട്ട് പെരുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നാണമില്ലേ നിനക്കൊക്കെ? ബ്ലാക്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആന്റെ ഒരു സ്മാർട്ട് സ്വറ്റാണ്. നീ എനിക്ക് തരുന്ന ബഹുമാനമാണ് മറ്റുള്ളവർ എനിക്ക് തരേണ്ടത്. അത് മനസ്സിലായോ നിനക്ക്? രാവിലെ ഉണങ്ങി എവിടത്തെ ബ്ലാക്ക് ആയിട്ടാ നീ ബഹുമാനം തരുന്നുണ്ടല്ലോ. തരുന്നുണ്ട്. മിണ്ടി പോരുത്, പറഞ്ഞേക്കാം. മണി 10 എല്ലാം കൂടെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. നായികയായിട്ട് സംവിധായകൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് തുടങ്ങാൻ വിളിച്ച് പറയാം. സാർ ഞാൻ വിളിച്ച് പറഞ്ഞാണ്. എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞ മുതലാളിയുടെ ഗൺമാൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആറ്റ് പറയുമ്പോ അവരനുസരിക്കണം. അവിടെയാണ് നിന്റെ കഴിവ്. വരുന്നുണ്ട്. ഇതാരും നമ്മള് പ്രൊഡ്യൂസർ സാറോ? പ്രൊഡ്യൂസർ അല്ല, പ്രൊഡക്ഷൻ ബോയ്. അല്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിക്കേന് എല്ലാരും. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങേണ്ടത് അവിടെ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ്. അല്ല, ഈ ഷൂട്ടിംഗ് തുടങ്ങി ഇപ്പൊ നിങ്ങൾ വരുന്നുണ്ട് അറിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കാന്നുള്ളതിന്റെ ചർച്ച ചെയ്യാണോ? അതിന്റെ ധാരണ ഇതാദ്യമേ പറയേണ്ടത്. നമസ്കാരം സാർ. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സാറിന് ഇവിടെ ബൊക്കെയൊക്കെ തന്ന് ആഘോഷപരമായിട്ട് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരണം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതെ അതെ അതെ. അതിന്റെ ഒന്നും ആവശ്യമില്ല ഡിക്രൂസേ. എനിക്ക് ബൊക്കെ തന്ന് സ്വീകരിച്ചാലും നിങ്ങൾ അക്കൗണ്ടിൽ എഴുതി വെക്കും പ്രൊഡ്യൂസർക്ക് ബൊക്കെ കൊടുത്ത വകയിൽ 1250 രൂപ. അതിൽ 250 രൂപ എവന്റെ പോക്കറ്റിലിരിക്കും. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതല്ലേ. ഞങ്ങളൊന്നും ആ ടൈപ്പേ അല്ല. എനിക്കറിയാം നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അത് മറക്കണ്ട സാറേ. പിന്നെ ഒരു വിഷമമുണ്ട്. എന്ത്? ഇത്രയും ദിവസം ഷൂട്ടിംഗ് ആയിട്ടും സാറ് ഇതുവരെ ലൊക്കേഷനോടും തിരിഞ്ഞു പോലെ നോക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്കും തിരിച്ചു ചോദിക്കാറുണ്ട്. എന്റെ 7 ബാറാണ് ഇപ്പൊ പൂട്ടിയിരിക്കുന്നത്. ആരെങ്കിലും ഒരു ഫോൺ കോൾ, സാറേ പ്രൊഡ്യൂസർ സാറേ സാറിന്റെ 7 ബാറും പൂട്ടിയില്ലേ, ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് എന്ന് ഏവനെങ്കിലും ഒരുത്തൊന്ന് ഫോൺ ചെയ്തോടാ. അല്ല, ഞങ്ങൾ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് വിളിച്ച് ചീത്ത വിളിക്കുന്ന പേടിച്ചിട്ട് ഞങ്ങൾ സാറിനെ വിളിക്കുന്നത്. അതെ അതെ. അങ്ങനെ പറഞ്ഞ എന്നെ ആശ്വസിപ്പിക്കണ്ടടാ. എന്റെ ഭാര്യ പോലും ആശ്വസിപ്പിച്ചില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിവിടെ ബാറ് തുടങ്ങി 7 എണ്ണം. അന്ന് ഇവിടെ ഉത്തരവ് വന്നു, എന്താ ബാറ് പൂട്ടണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ബിയറും വൈനും ഒക്കെ കൊടുത്ത് നമ്മൾ ചെറിയ തോതിൽ ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. സാറ് വിഷമിക്കരുത്, ബാറൊക്കെ വീണ്ടും തുറക്കും. നീ കോടതിയെക്കാളും വലിയ ആളാ നീ. ഞാൻ സാറിനെ ആശ്വസിപ്പിച്ചാണ്. അങ്ങനെ ആശ്വസിപ്പിക്കുന്നതല്ല ഞാൻ പറഞ്ഞ. ഒരു ഫോണിൽ വിളിച്ച് നീ, ഞാനാണെങ്കിൽ നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നറിയാം? സാറേ വിഷമിക്കണ്ട സാറേ, സാറേ കോടതിയുടെ നിയമമല്ലേ സാർ, നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും സാർ, സാറിന് ദൈവം വേറെ കാശ്. അങ്ങനെ ഒരു വാക്ക് വിളിച്ച് വരാത്തതിനാ ഇവിടെ 7 ബാർ പൂട്ടി. അപ്പൊ ഞാൻ വൈനും ബിയറും ഒക്കെ കൊടുത്ത് ഞാനൊരു പാവപ്പെട്ടവനായിട്ട് അങ്ങനെ. ഒരു സെക്കൻഡ്, വേറെ ആരോ ആശ്വസിപ്പിക്കാൻ സാറിനെ ഫോൺ വിളിക്കുക. ഹലോ. എടേ, പിന്നെ ഈ 3 ബാറെങ്കിലും ഒന്ന് നോക്കട്ടെ. 500 മീറ്ററിൽ, അതും 500 മീറ്ററിനകത്താണ്. നീ ഒരു കാര്യം ചെയ്യടേ, നമ്മുടെ ആ സ്വപ്ന ബാറില്ലേ, അതിന്റെ ബാക്കിലൊരു മതിലുണ്ടല്ലോ, ആ മതിലിടിക്ക്. അവിടെ ഒരു ഇടവഴിയില്ലേ, ആ ഇടവഴി അത് തന്നെ. അവിടെ ഒരു മാടം വെച്ച് കെട്ട്. എന്നിട്ട് അവിടെ വെച്ച് ഈ പിന്നെ ബിയറും വൈനും ഒക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 500 മീറ്ററിന്റെ അപ്പുറത്താണ്, കോടതിക്ക് ഇടപെടാൻ പറ്റും. എന്നിട്ട് ബോർഡ് വെച്ചേരെ, സ്വപ്ന ബാർ അനക്സ് എന്നൊരു ബോർഡ് വെച്ചേരെ. ഡേ, നമുക്ക് അതൊക്കെ ഡീൽ ചെയ്യാം. മറ്റേ ബാറിൽ ഞാൻ വേറെ വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഹിന്ദു ബാറിന്റെ അവിടെ എന്താണെന്ന് വെച്ചിരുന്നാൽ നമുക്ക് താഴെ ഒരു തുരങ്കം കുഴിച്ചിട്ട് അത് അപ്പുറത്തോട്ട് പോകുന്ന നമ്മുടെ സഹോദരന്റെ വീട്ടിൽ തന്നെ. അത് തന്നെ കുമാരന്റെ വീട്ടില് ആ തുരങ്കം വഴി കുമാരന്റെ പ്രോപ്പർട്ടിയിൽ പോകണം. പ്രോപ്പർട്ടി പോയിട്ട് മതിലെടുത്ത് ചാടിയ വീണ്ടും അവിടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു ചെറിയ മാടം വെച്ച് കിട്ടും. അവിടെ ബിയറും വൈനും കൊടുക്കും കേട്ടാ. ശരി 500 മീറ്റർ അളന്ന് നോക്കിക്കോണം. 501 ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കോടതി നമ്മളെ പൂട്ടും. ശരി കേട്ടാ. ഓക്കെ. അപ്പൊ സാറ് കോടതിക്കും അതുക്കും മേലെയാണല്ലേ? പാടത്തിലൊക്കെ മാടം വെച്ച പ്രശ്നമാവത്തില്ല. ഇത് 500 മീറ്ററിന് അകത്താവാൻ പാടില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ എന്ത് വേണം? നീയൊക്കെ വരണം കേട്ടോ. ഈ ലൊക്കേഷനിലേക്ക് വന്നതിന്റെ ഐശ്വര്യമൊക്കെ കണ്ടു തുടങ്ങി. എന്താണ് സാർ ഇപ്പൊ ലൊക്കേഷനിൽ അങ്ങനെ വരാറില്ലായിരുന്നല്ലോ. സാറ് കാലെടുത്ത് കുത്തിയപ്പോ തന്നെ ഇപ്പം മിറർ ചാനലിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ പേങ്ങ, നീ എന്ത് വിചാരിച്ചത്? അവര് വരുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നെന്നാ? എടാ, ഞാനാണ് അവരെ വിളിച്ച് പറഞ്ഞത്. ഇത്രയും ദിവസം ഷൂട്ടിംഗ് നടന്നിട്ടും ഒരു ദിവസമെങ്കിലും ഒരു ചാനലുകാരെ നീ ഇവിടെ വരുത്തിയ? നിന്നെ കൊണ്ട് വരുത്താൻ പറ്റിയ? നിന്റെ അടുത്തും കൂടെയാണ് ചോദിക്കുന്നത്. നീ എന്താ വരുത്താത്തത്? ഞാൻ അന്വേഷിച്ചപ്പോ ഉണ്ടല്ലോ,
ഡിക്രൂസിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പടം അത് എന്തായിരുന്നാലും ഓടാൻ പോണില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാം. അവിടുത്തെ ചാനലുകാരെല്ലാം തട്ടിക്കൂട്ട് പടം ആയിരിക്കണോടെ അസൂയ ആയിരിക്കണം. നമ്മ ചാനലുകാർ പലതും പറയും, അതിനനുസരിച്ച് നമുക്ക് അവരടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സോപ്പിട്ട് ഒരു രീതിയിൽ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. നീ ഡയറക്ടറാണ്, നീ എഴുത്തുകാരൻ, അസോസിയേറ്റ് ഡയറക്ടർ, കൺട്രോളർ. ഈ ചാനലുകാർ വരുമ്പോൾ ആക്രാന്തം കാണിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു ഒതുക്കം വേണം. നമ്മൾ വെയിറ്റിട്ട് നിൽക്കണം. നമ്മളെ വെയിറ്റിട്ട് ഭയങ്കര നമുക്ക് അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്കാണ് നമ്മളെ കൊണ്ട് കാര്യം എന്ന രീതിയിൽ ഒരു വെയിറ്റ് ഇട്ട് നിൽക്കണം. നീ വളരെ ചീപ്പാവും, അത് വേണ്ട. വിശേഷിച്ച് ഈ പെണ്ണുങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നീ ഒലിപ്പിച്ചുകൊണ്ട് വരും, അത് വേണ്ട. ഇവിടെ വെയിറ്റ് കളയത്. ഡിക്രൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ ഇന്നല്ലെങ്കിൽ നാളെ ഇതുവരെ നീ പൊട്ടി പൊളിഞ്ഞ പടം എടുത്തു, പക്ഷേ ഇനി നീ നല്ല പടം എടുക്കും. ഡിക്രൂനെ നന്നായി പഠിച്ചിരിക്കണം. ഇതൊക്കെ നമുക്കറിയില്ല. ഇവനെ ഞാൻ പടത്തിൽ വയ്ക്കാൻ കാരണം എന്ത്? ഇവനാവുമ്പോ 2000-3000 രൂപ കൊടുത്താൽ മതി. അല്ലല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കൊച്ചാക്കല്ലേ എൻ്റെ നമ്മുടെ സുഹൃത്ത് ബന്ധം. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ ആക്രാന്തം കാണിക്കരുത്. എല്ലാവരും വെയിറ്റ് ഇട്ടിട്ട് ഞങ്ങള് നല്ലൊരു പടം എടുക്കുകയാണ്, അതായത് ആ വെയിറ്റ് ഇട്ട് നിൽക്കണം. അല്ല ക്യാമറ കണ്ട ഉടനെ സാറ് പറഞ്ഞത് കറക്റ്റ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ റിപ്പോർട്ടർ നീ അത് എല്ലാവരും വെയിറ്റ് ഇട്ട് നിൽക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി ആരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് കാണിച്ച എന്റെ ബ്ലാക്ക് കാറ്റ് ആണ് ഇടിച്ച് നിന്റെ ഷേപ്പ് മാറ്റി. ഇത് അല്ല സാറേ, നിങ്ങൾ അവനെ ബ്ലാക്ക് കാറ്റ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, വെറും കാറ്റ് എന്ന് വിളിച്ചാൽ മതി. മൊത്തത്തിൽ ബ്ലാക്ക് ആണല്ലോ. നിറത്തിനെ കളിയാക്കിയുണ്ടല്ലോ. നീ ഒന്നും ചെയ്യണ്ട അല്ലേ. എന്നെ ഒരുത്ത വഴിയിൽ തടഞ്ഞു നിർത്തി ഈ ബിയർ സമയം കഴിഞ്ഞിട്ടും കൊടുക്കാത്തതിന്റെ പേരിൽ യുദ്ധം ചോദിച്ചു. ഒറ്റയടി 7 മാസം ആശുപത്രി കിടന്നവൻ. അല്ല, എവന്റെ ഇടിവുണ്ട്. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ഇപ്പൊ ഒരു കാര്യം എല്ലായിടത്തും പറഞ്ഞ ഹീറോന്റെ അടുത്തൊക്കെ പറഞ്ഞത് വെയിറ്റ് വിടരുത് കേട്ടല്ലോ. അപ്പൊ എല്ലാ സീനൊക്കെ എന്താണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തു. നമസ്കാരം. കാശ് മുടക്കണ ഒരു പാവം പ്രൊഡ്യൂസറാണ്. ഇത് വേണ്ട ഡിക്രൂസ്. പ്രൊഡ്യൂസർ വരുമ്പോ എഴുന്നേറ്റ് ഒരു നമസ്കാരം പറയണ്ടല്ലേ? നീയൊക്കെ കൊടുത്ത സ്വാതന്ത്ര്യമാണ്. അല്ല, അതെ, സാറിനെ ഒരു ഇതുവരെ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ്. എന്നെ കണ്ടില്ല, നീ അറിഞ്ഞോ? നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സെറ്റിലുള്ള എല്ലാവരും അറിയണം. നോക്കിയപ്പോ എന്താ ഇത്രയും സംസാരിക്കാൻ നായകനും നായിക? സോറി, നീയാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്. നീ എല്ലാ പെണ്ണുങ്ങളെടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ബാക്കിയുള്ളവരെല്ലാം അതേപോലെ പെണ്ണുങ്ങളെടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. എന്റെ മനസ്സിൽ കളങ്കമില്ല സാർ, സംസാരിക്കത്ത് മാത്രമേ ഉള്ളൂ. കളങ്കം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ നിനക്ക് പെണ്ണുങ്ങൾക്ക് ഇത്രയും സംസാരിക്കാൻ എന്തേ? നീ വീട്ടിലൊന്നും സംസാരിക്കുന്നില്ലെന്നാണല്ലോ അവരുടെ പരാതി. ഓലെ വീട്ടുകാരോട് മിണ്ടാത്തേ പോട്ടെ, ചില ദിവസം നമ്മളോട് വരെ മിണ്ടല്ല. നിനക്ക് എന്ത് ഇത്രയും സംസാരിക്കാൻ? നിനക്ക് ഇതിന് ഞരമ്പ് രോഗം എന്നാണ് നമ്മുടെ നാട്ടിൽ. സാറേ, ഞാൻ നിരപരാധിയാ സാർ, എന്നെ മാത്രമല്ല കുറ്റം പറയൂ. ദേ, ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ആ റൂമിലോട്ട് പോയി നോക്കിയപ്പം കാതറിന് ഈ കുട്ടിയുടെ കയ്യിലേ ഞൊട്ട അടിച്ചു കൊടുക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് കണ്ടേ. ഞാൻ കണ്ടല്ല. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, പ്രതീക്ഷിക്കാതെ എന്റെ കൈയെടുത്ത് ഞൊട്ടയിട്ടതാ. ഞാൻ ഇവിടെ സെറ്റ് വരാത്തതിന്റെ കുഴപ്പമാണ്. നമ്മളെ കാലിൽ നാൾ ഉളുക്കിയിട്ട് ഓനൊന്ന് ഉഴിഞ്ഞരാൻ പറഞ്ഞിട്ടോ ഉഴിഞ്ഞെന്നില്ല. എന്നിട്ട് ഓളെ ഞൊട്ട പൊട്ടിച്ചു കൊടുക്കുക. ചങ്ങായിമാരെന്നുള്ള ബന്ധത്തിലൊന്നും ഉഴിഞ്ഞരൂല. ബ്ലാക്ക് കാറ്റ് നിൽക്കണുണ്ടല്ലേ? ബ്ലാക്ക് കാറ്റ് നേരെ അറ്റച്ചല്ലേ നിൽക്കണം. എന്റെ സെറ്റില് മേലാൽ ആരുടെങ്കിലും ഞൊട്ട അടിച്ച അടിച്ചിന്റെ മുട്ടുകാല് ഞാൻ തരും. ഞാൻ എന്റെ ഞൊട്ട പോലും അടിക്കത്തില്ല. നീ അല്ല, അടിക്കാനാണോ? ഞാൻ വിളിച്ചിട്ടാണ് മിറർ ചാനലുകാർ വരുന്നത്. നല്ല സീൻ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഉടൻ ടെലികാസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പടത്തിനെ കുറിച്ച് ആൾക്കാർ മോശം വിചാരിക്കും. എന്താണ് സീൻ സാർ? ഇപ്പൊ ചെയ്യാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിഞ്ചുമോൾ എന്ന് പറയുന്ന നമ്മുടെ ഇതിനകത്ത് ബാലതാരം ഉണ്ടല്ലോ, ആ ബാലതാരത്തിന് ആ ചിഞ്ചുമോൾ എന്നുള്ള ക്യാരക്ടറിനെ തട്ടിക്കൊണ്ടു പോകുന്ന സീനാണ്. തട്ടിക്കൊണ്ട് പോണൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിഞ്ചുമോൾ വാ.
അതാണ് ചിഞ്ചുമോളായിട്ട് അഭിനയിക്കുന്നത്. മിടുക്കി കുട്ടിയാണ് സാർ. നമ്മള് സീരിയലിൽ നിന്നാണ് ഈ കുട്ടിയെ സെലക്ട് ചെയ്തത്. എന്ന് സ്വന്തം അപ്പച്ചിയിലെ കുട്ടിക്കാലം. നമസ്കാരം പറ മോളെ. സാറേ ഇത് ഓളെ കുടുംബക്കാരിയാണ്. എന്റെ റിലേറ്റീവാ, വകയിലെ ഒരു ചേച്ചിയുടെ മോളായിട്ട് വരും. മോളെ ഓക്കെ 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 ഓക്കെ. അപ്പൊ പൈസ ഒന്നും ആദ്യം കൊടുക്കണ്ട. സാറേ അപ്പൊ നമ്മുടെ ഇതിനകത്ത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു സെലിബ്രിറ്റി ആയിട്ടാണ്. അതായത് കൊച്ചുവായി വലിയ വർത്താനം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ കൊച്ചുവായില് വലിയ വർത്താനം എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ വിന്നറാണ്. അങ്ങനെ ഷോ ഉണ്ടായിരുന്നു? അല്ല അത് സിനിമയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നല്ലോ സാറേ. സിനിമയിലെ ഷോ കൊച്ചുവായില് വലിയ വർത്താനം. നന്നായിട്ട് അഭിനയിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ സാറേ ഇപ്പൊ നാട്ടിലൊരു ഷോസ് ഉള്ളത്. ശരി. അപ്പൊ ആ ഷോസിൽ വിന്നറായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ കുട്ടിയെ വല്ലവരെ തട്ടിക്കൊണ്ട് പോകുന്ന രംഗമാണ്. ഇല്ലമാരെ തട്ടിക്കൊണ്ട് പോകുന്ന നീ കഥയിൽ പറഞ്ഞില്ല, നീ വീണ്ടും വീണ്ടും പറഞ്ഞോ. ഇപ്പോഴത്തെ സീൻ പറയടാ. അല്ല ഈ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം ഈ കുട്ടിയെ വെച്ചിട്ട് വിലപേശുവാണ്. വില പേശുന്നു. 1 കോടി രൂപ തന്നാൽ കുട്ടിയെ വിട്ടു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. 1 കോടി രൂപയൊന്നും വേണ്ട, നമ്മള് ചെറിയ ബഡ്ജറ്റാണ് പടം എടുക്കുന്നത്. ഒരു 50,000 രൂപ വെച്ചാൽ മതി. അതേലല്ലേ സാറ് സിനിമയിലെ പൈസയല്ല, അത് കൊടുക്കണ്ടല്ലോ, പറയുന്നതല്ലേ ഉള്ളൂ. ആണോ? നോട്ടല്ലേ സാർ തെറ്റിദ്ധരിച്ചു. 1 കോടിയൊക്കെ അറേഞ്ച് ചെയ്ത് വിടുന്നു. 50 അപ്പൊ 1 കോടി അങ്ങനെയാണെങ്കിൽ 10 കോടി ചോദിക്കടാ. 10 കോടി നമ്മളെ നോട്ടീസ് ഇങ്ങനെ കടലാസ് ഇങ്ങനെ നമ്മളിങ്ങനെ കടലാസ് വെച്ചല്ലേ നോട്ട് കാണിക്കണത്. അതിന്റെ മേലെ 10 കോടി വെച്ചോ. 10 കോടി കൊടുക്കാനുള്ള ആസ്തി നമ്മുടെ ഈ കുട്ടിയുടെ അച്ഛനില്ലല്ലോ. ഒരു വെയിറ്റ് ഇരിക്കട്ടെ. ചാനലുകാരൊന്ന് വരെയല്ലേ, ചാനലുകാർ വരുമ്പോ ഈ 1 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചീപ്പല്ലേ? ഇന്നത്തെ കാലത്ത് എന്തിനാ മന്ത്രിമാര് തന്നെ മിനിമം 10 കോടിയെങ്കിലും ഓരോ കാര്യത്തിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 10 കോടി ചോദിക്കാം. പക്ഷെ വേറെ കാര്യം സാർ, ഒരു സെലിബ്രിറ്റിയുടെ മോളായിരുന്നെങ്കിൽ നമുക്ക് 10 കോടി പറയുന്നത്. ഈ കുട്ടി ചെറിയ വലിയ വർത്തമാനം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ സിനിമ കഥയല്ലേ, നമുക്ക് എനിക്കൊരു സാറിന്റെ ഇഷ്ടം പോലെ സാറിന്റെ വെയിറ്റ് ആണ്. എനിക്കൊരു ഞാൻ ഇപ്പൊ ഈ ബിയർ വൈൻ പാർലർ പൂട്ടിക്കൊണ്ട് ഞാൻ പാപ്പരായി എന്നാണ് നാട്ടുകാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ 10 കോടി രൂപ ചോദിക്കുന്നു കഥയിൽ എന്നൊക്കെ പറയുമ്പോ സാറിന് വെയിറ്റ് കൂടും. മണിക്കുട്ടാ വാ. മണിക്കൂട്ടാ നീ അന്ന് കഥ പറഞ്ഞില്ല, ഡ്രൈവർ അല്ലേ? ആ നമ്മുടെ ഡ്രൈവർ, ആ വീട്ടിലെ ഡ്രൈവർ. പക്ഷെ മണിക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എന്റെ ക്ലൈമാക്സിൽ പടത്തിന്റെ ട്വിസ്റ്റ് അതാണ് സാർ. വെരി എന്റെ ക്ലൈമാക്സിൽ എല്ലാ ജനങ്ങളും അറിയുന്നത് മണിക്കുട്ടനാണ് വില്ലനെന്ന്. പക്ഷെ അത് ഒരു മനുഷ്യനെ പോലും അറിയത്തില്ല. ഈ പടത്തിന് ഏറ്റവും വലിയ ട്വിസ്റ്റ് അത് തന്നെയാണ് എനിക്ക് ഈ കഥ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. അത് മനസ്സിലായി. ഇപ്പൊ എടുക്കുന്ന സീൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നായികയോട് സംസാരിക്കുന്നതാണ്. അതായത് മണിക്കൂർ കൊണ്ട് വന്നിട്ട് കൊച്ചമ്മ ഞാൻ ഉണ്ണിമോളെ ട്യൂഷന് കൊണ്ടുപോയി ആക്കട്ടെ. സ്ക്രിപ്റ്റ് കൊച്ചമ്മ ഉണ്ണിമോളെ ട്യൂഷന് പോണ്ടേ, കൊച്ചമ്മ എന്തോ തത്വം പറഞ്ഞ പോലെ അതല്ല നാച്ചുറാലിറ്റി ഇല്ലല്ലോ. സാർ അപ്പൊ എന്തായാലും ഇവർ അമ്പലത്തിൽ പോയിട്ട് വരും, നായികയായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വേലക്കാരൻ നല്ലോണം ഡ്രൈവർ മണിക്കുട്ടനെ വിശ്വസിച്ച് കുട്ടിയെ ഏൽപ്പിച്ച് വിടുന്നു ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട്. ഈ മണിക്കുട്ടന്റെ കേരളത്തിലാണ്, മണിക്കുട്ടനുമായിട്ട് പോകുന്ന വഴിക്കാണ് മണിക്കുട്ടനെ ആക്രമിച്ചുകൊണ്ട് വില്ലന്മാര് കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത്. ഹെയർ കട്ടൊക്കെ മണിക്കുട്ടാ ഡ്രൈവറായിട്ട് എന്തോ ജത്ത് സ്റ്റൈലിലൊക്കെ ഇങ്ങനെ ഒരു അര താടിയൊക്കെ ആയിട്ട് ഒരു കാമുകന്റെ ഭാവമാണല്ലോ. അല്ല സാർ നമുക്കിനിപ്പോ ഒരു വെക്കാം. ഇതിപ്പോ ബസ് സീൻ ഷോട്ട് എടുക്കുന്ന ഇവിടെ വേലയ്ക്ക് വരുന്നതായിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതിന്. ശരി, കുഴപ്പമില്ല മണിക്കുട്ടൻ. എന്നിട്ട് അവസാനം ഈ സീൻ പറയാം. അപ്പൊ അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് ലാസ്റ്റ് രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് നമ്മുടെ കഥ പറയാ. സീൻ പറയടേ. ഇപ്പൊ നായിക വന്നിട്ട് രണ്ടുപേരും കൂടെ നായിക വരും. ഞാൻ ഒന്ന് കാണട്ടെ. ചാനലുകാർ വരുമ്പോ ഡയറക്ട് പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും അറിയണ്ടേ? നായിക വരും. ഇത് നായിക ചിഞ്ചു ഗുപ്ത. തന്നു പറഞ്ഞിരുന്നു ചിഞ്ചു എന്നല്ലേ? അല്ല, ചിഞ്ചു നമ്മൾ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ നടിമാരെ പേര് ചിഞ്ചു ഗുപ്ത എന്ന് പറയുമ്പോ ഒരു ഗുപ്ത എന്ന് പറഞ്ഞ അവളുടെ അച്ഛനാണ്. അച്ഛനല്ല, അമ്മാവനെങ്ങാണ്ടല്ലോ ബോംബെയിലെങ്ങാണ്ട്. അതുകൊണ്ട് ഗുപ്ത എന്നിട്ടേക്കുന്നത്. അല്ല, പഴയ ആരതി ഗുപ്ത ഗുപ്ത എന്ന് പറയുമ്പോൾ ചിഞ്ചു ഗുപ്ത നായികയായിട്ട്. അതുകൊണ്ട് കളക്ഷൻ കൂടുവോ? കളക്ഷൻ കൂടും, ഉറപ്പാണ്. എങ്കിൽ വെച്ചോ ചിഞ്ചു ഗുപ്ത. കേട്ടാ ഒരു കാര്യം, ഈ ഗുപ്ത എന്ന് വെച്ചാൽ കളക്ഷൻ കൂടുവോ? കൂടും. ഇവന്റെ നമ്മുടെ മണിക്കുട്ടൻ ഗുപ്ത എന്ന് വെക്കണം. എല്ലാത്തിലും ഗുപ്തിയായ ശരിയാവില്ലേ സാറേ? ഗൗഡാന്ന് ഇട്ടാലോ? ഗൗഡ ഓക്കെ, ഗൗഡ ഓക്കെ. മണിക്കുട്ട് ഗൗഡ ആൻഡ് ചിഞ്ചു ഗുപ്ത. നല്ല രസമായിരിക്കും. ചിഞ്ചു ഗുപ്ത മണിക്കുട്ട ഗൗഡ. പക്ഷെ ഈ ഗൗഡ എന്നൊക്കെ പറയണത് കന്നഡ സംസാരിക്കുന്ന ആൾക്കാരല്ലേ? ഈ മണിക്കുട്ടൻ ഗൗഡ അല്ലടി, മണിക്കുട്ടൻ എന്നൊക്കെ പറയും. മണിക്കുട്ടൻ ചിഞ്ചു മലയാളിയല്ലേ, ഗുപ്ത ഇടുന്നില്ലേ? നീ എന്തോന്നടി ഇത്? നീ അവന്റെ വാക്ക് കേട്ട് ഇങ്ങനെ നീ വലിയ കുഴപ്പക്കാരിയായിട്ട് മാറുകയാണ്. എന്റെ പൊന്നു വെച്ച മനുഷ്യൻ സമാധാനം തരണേ. ഇവിടെ മലയാളിയല്ലേടി? എന്താ ഇതൊക്കെ? മലയാളി ചിഞ്ചു ഗുപ്ത മണിക്കുട്ടൻ ഗൗഡ എന്നിട്ടാ അടുത്തിന്റെ തല കുട്ടിക്കും കേട്ടോ. കാശ് മുടക്കുന്നേ ഞാനാണ്. നീയൊക്കെ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതാണാടാ. ഇങ്ങോട്ട് പറയും, നീ ഇങ്ങോട്ട് പറയും.
ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അല്ല ഈ എല്ലാരും പറയണ്ടേ ഈ മൊയ്തീൻ എന്ന് വിളിക്കുന്നത് ഒരു ബെയ്റ്റ് ഇല്ല എന്ന്. അപ്പൊ നമുക്ക് ബെയ്റ്റിന് വേണ്ടിട്ട് മൊയ്തീൻ ഗുപ്ത എന്ന് വിളിച്ചാലോ? മൊയ്തീൻ ഗുപ്ത ഇല്ലേ? വേണ്ട, മൊയ്തീൻ അതിനുള്ള മറുപടിയാണത് കേട്ടാ. സീൻ സാറേ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരുന്നു. അപ്പൊ നമ്മുടെ മണിക്കുട്ടൻ വന്ന് പറയണ വേണ്ട സ്കൂളിലേക്ക് ഞാൻ അയക്കുക എന്ന് പറഞ്ഞ് മണിക്കുട്ടൻ നായിക ഉണ്ണിമോളെ പിടിച്ചോണ്ട് പോകുന്നു. അവിടെ വെച്ച് വില്ലന്മാർ വരുന്നു. അങ്ങനെ ക്രോസ് ചെയ്ത് നായികയെ തട്ടിക്കൊണ്ട് പോകുന്നു. ശരി, അവരെത്തിയില്ലല്ലോ ഇതുവരെ. ഒരു കാര്യം ചെയ്യും, അവര് വന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. കാരണം നമുക്ക് നല്ല കൊഴുപ്പിൽ തുടങ്ങണം. ഇടയ്ക്ക് കയറി വന്നാൽ ഏതെങ്കിലും ബോറായി കഴിഞ്ഞു പിന്നെ ഡയലോഗ് എല്ലാം തെറ്റിച്ച എല്ലായിടത്തെയും ഞാൻ എന്റെ സ്വഭാവമല്ല. അയ്യോ സാർ, ഞാൻ തെറ്റിക്കില്ല, ഞാൻ നന്നായിട്ട് ചെയ്യും. തെറ്റിക്കരുത്. ഞാൻ തെറ്റിക്കില്ല പറ. എന്തിനാ കൈയെടുക്കുന്ന? നീ കോമഡി കാണിക്കാൻ നിൽക്കണം. നിന്റെ കോമഡി ഒന്നും വേണ്ട കേട്ടോ. അവിടെ എല്ലാം ഈ സൈസാണ്. അവിടെ എല്ലാം ഈ സൈസാണ്. നീ കാശ് കൊടുക്കല്ലേ എന്നൊക്കെ? ഇവിടെ ഇന്നലെ അഡ്വാൻസ് 300 രൂപ കൊടുത്തില്ലേ? കൊടുത്തു. സാറ് കറക്റ്റ് അബ്കാരിയുടെ അതേ സ്വഭാവം പോലെ എന്തൊരു ദേഷ്യം ഇല്ലടാ. ഒരു കാര്യം ചെയ്യും, കറക്റ്റ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്തോ. ഞാനിവിടെ മാറി നിൽക്കും. ആക്രാന്തം കാണിച്ച് ചാനലുകാർ വരുമ്പോ ഇങ്ങനെ പോകരുത്, ഒലിപ്പിച്ചോണ്ട് പോകരുത്. എല്ലാവരും ഡീസന്റ് ആയിരിക്കണം. മോളെ റെഡി, പ്ലാൻ ചെയ്യും. നമസ്കാരം, മിറർ ചാനലല്ലേ? ഞാൻ വിളിച്ചിരുന്നു. സീൻ എടുത്തിട്ട് ഇന്റർവ്യൂ എടുക്കണം, ഇന്റർവ്യൂ എടുത്തിട്ട് സീൻ എടുക്കണം. ആദ്യം എന്റെ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യും അല്ലേ? അതാണ് അതിന്റെ ഒരു പഞ്ച്. ആര് പറഞ്ഞു? നീയാണോ തീരുമാനിക്കുന്നത്? കാശ് മുടങ്ങുന്നത് ഞാനാണ്. ആദ്യം സീൻ കവർ ചെയ്തിട്ട് ഇന്റർവ്യൂ എടുത്താൽ മതി. ഈ പേങ്ങ എന്താ കൂളിംഗ് ഗ്ലാസ് വെച്ചത്? എന്തിനു ഗ്ലാസ് വെച്ചത്? ഓനല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. പെൺകുട്ടികളെ കണ്ട അപ്പം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കൂ. നിന്റെ ജാടേ അഭ്യാസം ഒന്നും വേണ്ട. കാശ് മുടങ്ങണ ഞാനാണ്. ഒരു ചുക്കും അറിയില്ല. യുവമാര് വെറും പേങ്ങന്മാരാണ് കേട്ടാ. അവന്മാര് പെങ്ങന്മാര്. സീൻ എടുക്കണം മോളെ. അപ്പൊ സെന്റിമെന്റ് സീനാണ്. അങ്ങള് പറഞ്ഞു തന്നേക്ക് ഓർമ്മയുണ്ടല്ലോ, പഠിപ്പിച്ച ഡയലോഗ്സ്. അത് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ഇവിടെ പറഞ്ഞേ. അപ്പൊ സെന്റിമെന്റ്സ് ആണ്, പറഞ്ഞോണം. ആന്റി എല്ലാവരും പറയുന്നു എന്റെ അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ രവി അങ്കിളാണ്. അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ രവി അങ്കിള്? അതാരുടെ രവി അങ്കിള്? ആന്റി എടുത്ത് ചോദിക്കാണ് അപ്പുറത്തെ വീട്ടിലെ രവി അങ്കിളാണ് എന്റെ അച്ഛൻ. ഒരു കുട്ടിയെ വിട്ട് ചോദിപ്പിക്കണം. ഇവിടെ എല്ലാം തീരുമാനിക്കാനാണ് കേട്ടോ. ഡയലോഗ് ഉണ്ടോ? ആന്റി എന്റെ അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ രവി അങ്കിളാണെന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിക്കുന്നത്. എന്ത് വിവരക്കേട് നോക്കി ഈ കൊച്ചു കുട്ടിയെ വിളിച്ച്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്തിനാ നിന്റെ നിലവാരം? മോളെ ഞാൻ ഡയലോഗ് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നില്ല്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഇവിടെ അല്ല കേട്ടോ. കേട്ടോ ഓക്കെ അല്ലേ? നിന്റെ ഡയലോഗ്. ആന്റി പറ. ആന്റി 1500 നോട്ട് പിൻവലിച്ചത്. 1500 നോട്ട് പിൻവലിച്ചത് അച്ഛനെ ബാധിച്ചോ ആന്റി? അച്ഛനെ ബാധിച്ചോ ആന്റി? കറക്റ്റ്. എങ്ങനെയുണ്ട്? നമ്മൾ ഈ സമൂഹത്തിന്റെ ചില വിഷയങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും. യുവമാർ അപ്പുറത്തെ വീട്ടിലെ യവനാണ് അച്ഛൻ. ആടാ എന്തിനാ ഇത്? ഇവ ഒരു സീരിയലിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 2 ദിവസം നിന്നിട്ടുണ്ട്. ഇവ ഒരു സീരിയലിന്റെ ഒരു എപ്പിസോഡ് എഴുതിയിട്ടുണ്ട്. ഇത് വെച്ചാണ് ഞാൻ പടം കൊടുത്തിരിക്കുന്നത് സാറേ. ഇവളൊന്നും ചെയ്തിട്ടില്ല. മീഡിയ ഉള്ള കാര്യമല്ലേ ഞാൻ പറയണേ. പക്ഷെ നമ്മളെ ഈ കൊറേ നല്ല നല്ല സിനിമകളൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പൊളിഞ്ഞ പടങ്ങളാണ്. മാറിക്കിടാൻ ക്യാമറ വന്നപ്പോ എല്ലാവരും ഇങ്ങനെ ഇടിച്ച്. ഞാൻ പറഞ്ഞില്ല ഇടിച്ചു കയറി വരരുതെന്ന്. ഇടിച്ചു കയറി മാറില്ല. പിന്നെ ഇവിടെ എല്ലാം ഡയറക്ട് ചെയ്ത ഞാനാണ്. പറ, ആക്ഷൻ പറടാ. ഞാൻ തന്നെ പറയാം. ശരി, ആക്ഷൻ. ആന്റി 1000ന്റെയും 500ന്റെയും നോട്ട് നിരോധിച്ചതില് അച്ഛന് കഷ്ടമായോ ആന്റി? ഇത് കവർ ചെയ്തിട്ട് ഇവളാ ആർട്ടിസ്റ്റ് കേട്ടാ. ഈ 500ന്റെ 1000ന്റെ നോട്ട് മണി പോലെ പറഞ്ഞു തരണ്ട. മണി പോലെ പറഞ്ഞു ഇതൊക്കെ പറയണം. നല്ല ഇടാ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളാണ്. ഇനി ഇന്റർവ്യൂ എടുക്കാം. വാ ചോദിച്ചോ.
എന്താ ചിത്രത്തിന്റെ പ്രത്യേകത? ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണല്ലോ സോമേട്ടൻ വന്നിട്ട് ലാലേട്ടനെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. വളരെ നല്ലൊരു സീനാണ്. തേങ്ങ കണ്ടാ ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ മോഹൻലാലിന്റെ ചിത്രത്തിന്റെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും. ഒരു കാര്യം പറയട്ടാ, ഈ പടത്തിന്റെ കഥ എന്റെയാണ്, ഇതിന്റെ തിരക്കഥാ സംഭാഷണമൊക്കെ ഞാനാണ് എല്ലാം രചിച്ചിട്ടുള്ളത്. പിന്നെ യുവമാരുടെ പേരൊക്കെ വയ്ക്കും, അത് പേര് വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അതപ്പോ ഓക്കെ. ഇതിന്റെ സംവിധാനം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ സംഭാഷണം 1-2 സംഭാഷണം എഴുതിയിട്ടുണ്ട്, ബാക്കി മുഴുവൻ ഞാൻ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം തന്നെ ഈ 1000-ന്റെ 500-ന്റെ നോട്ടിൻ്റെയും ഡയലോഗ് എൻ്റെ ആണ്. ഇതേപോലെ പല ഡയലോഗ് ഞാൻ എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് രാവിലെ ഇവിടെ വരും. ഇത് പിന്നെ എൻ്റെ ബാറ് പൂട്ടിയത് കൊണ്ട് ഞാൻ പാപ്പരാന്ന് ചില തെമ്മാടികൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ ഒരുത്തനും അങ്ങനെ ടൈം ചെയ്യണ്ട. എൻ്റെ ബാറ് പൂട്ടിയെങ്കിൽ എൻ്റെ പൈസ ഉണ്ട്, ഇനിയും പൈസ ഉണ്ട് കേട്ടാ. ഞാൻ പാപ്പരായിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയാം, ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനം മാത്രം അറിയുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. അതായത് ഈ കഥയിൽ ഡ്രൈവർ മണിക്കുട്ടനാണ്, ഈ മണിക്കുട്ടനാണ് കൊലപാതകം ചെയ്യുന്നതെന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലെ അറിയും. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മളെ വലിയ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. പടം ലാസ്റ്റ് കാണുമ്പോഴേ മനസ്സിലാവും എവനാണ് കൊല ചെയ്തത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.